അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം ഞാൻ ചോദിക്കുന്നു ഉസ്താദെ, മടവൂർ കാഫിലക്കെതിരെ നല്ല രീതിയിൽ അയാൾ ഓരോ ആൾക്കാരോടും മടവൂർ സി എം വലിയുള്ളാന്റെ കറാമത്തിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം അതിനെതിരെ നമ്മൾ ഫാറൂഖ് നഈമി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എന്തോ കാര്യമായ തെറ്റ് ചെയ്ത മാതിരിയാണ് സംസാരിച്ചത്. അപ്പം ആ മൈരം ഫാറൂഖ് നഈമിക്ക് ഇത് കണ്ടിട്ടില്ലേ? ഇതിപ്പോൾ ഏകദേശം 6 മാസത്തിലും മേലെയായി. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 6 മാസത്തിലും മേലെയായി. ഇയാളും ഇയാളെ അമ്മോച്ചനും കൂടിയിട്ടുള്ള വാക്ക് തർക്കവും ഇയാളെ പെണ്ണ് പിടുത്തും എല്ലാം പരസ്യമായിട്ട് ഇതുവരെ ഈ ഫാറൂഖ് നഈമി ക മ എന്നുള്ള 2 അക്ഷരം ഉണ്ടിട്ടില്ല. എന്തുകൊണ്ട്? സഫ്വാൻ സക്കാഫിൻ്റെ അടുത്ത് കോടികളുണ്ട്. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ എന്ത് നിലാവ് അറിവ് നിലാവിലേക്ക് കൂടിയിട്ടാണ് കോടികൾ ഉണ്ടാക്കിന്. അപ്പോൾ അതിൽ നിന്ന് മറ്റേ നമ്മളെ നെയ്മിക്ക് നക്കാൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെയ്മിന്റെ ഏട്ടന്റെ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. മറ്റേ ഇത് മടവൂർ കാഫിലിന്റെ ആളൊരു പാവപ്പെട്ട മനുഷ്യൻ. അയാളുടെ അടുത്ത് കോടികളില്ല കൊടുക്കാൻ, വരുമാനമൊന്നുമില്ല. അയാളിങ്ങനെ മടവൂർ സി എം വലിയുള്ളാന്റെ കറാമത്ത് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം. അയാൾക്ക് അതിലെ കൂടി വലിയൊരു വരുമാനമൊന്നുമില്ല. അയാൾക്ക് ചിലപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ചെറിയ വരുമാനം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നക്കാൻ കിട്ടുന്നിടത്തുനിന്ന് മറ്റോ തുപ്പിയ കഫൻ തിന്നാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഈ നെയ്മിയും കുയ്മിയും ആരും ഒന്നും പറയില്ല. നക്കാൻ കിട്ടുന്നില്ലേ, അപ്പം ഇവരിറങ്ങും ഫത്വയും കൊണ്ട് കിതാബെല്ലാം എടുത്തിട്ട്, നീ പറയാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഇവരെല്ലാം എന്താക്കണം അറിയാ? ചെരുപ്പ് ചാണകത്തിലല്ല, ചെരുപ്പ് ബംഗാളി തൂറിയ തീട്ടത്തിൽ മുക്കിയിട്ട് മുഖ അടക്കം കൊടുക്കണം. ബാഹ്യ മുഖ അടക്കം അടിച്ച് പരിപ്പ് കലക്കണം. ഇങ്ങനത്തെ നെയ്മിനെയും കുയ്മിനെല്ലാം. ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണം പറഞ്ഞത് ഇയാളെ ഉമ്മാന്റെ ആങ്ങളെ തന്നെയാണ്, ഒരു അഹസനി. സ്ത്രീകളുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. സ്ത്രീകളുമായിട്ടുള്ള ബന്ധം വേറൊന്നുമല്ല, പരസ്ത്രീ ബന്ധം. സഫ്വാൻ സഖാഫിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്നും സ്ത്രീകളുമായി വല്ലാത്ത അടുപ്പമുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ അമ്മാവനായ അഹ്സനി ഉസ്താദ് നിങ്ങളോട് വന്ന് പറഞ്ഞതാണോ? നിങ്ങളടുത്ത് അഹ്സനി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് വല്ല രേഖയുമുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ അമ്മാവൻ എന്ന് പറയുന്ന അഹ്സനി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ നിങ്ങളെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ പരസ്ത്രീ ബന്ധമുള്ള ആളാണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്ന് നിങ്ങൾക്കറിവുണ്ടോ? ആ നിയമം അനുസരിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ വാട്സപ്പിലൂടെ ആളുകളോട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? സകല പെണ്ണുങ്ങളെ നമ്പർ ഇയാളെ മൊബൈലിലുണ്ട്. സഫ്വാൻ സഖാഫിയുടെ അടുത്ത് വരുന്ന എല്ലാ സ്ത്രീകളുടെയും നമ്പർ സഫ്വാൻ സഖാഫിയുടെ അടുക്കൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സഫ്വാൻ സഖാഫി ഒരു മോശക്കാരനാണ്, പരസ്ത്രീ ബന്ധമുള്ള ആളാണ് എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? നിങ്ങളുടെ കയ്യിൽ തന്നെ എത്ര സ്ത്രീകളുടെ നമ്പർ ഉണ്ടാകും? അതുപോലെ പലരുടെയും കയ്യിൽ പല സ്ത്രീകളുടെയും നമ്പർ ഉണ്ടാവാം. അതിനർത്ഥം ആ സ്ത്രീകളൊക്കെ മോശക്കാരാണ് എന്നും ആ സ്ത്രീകളുടെ നമ്പറുള്ളവർ മോശക്കാരാണ് എന്നുമാണോ? അതാണോ സഫ്വാൻ സഖാഫി പരസ്ത്രീ ബന്ധമുള്ള ആളാണെന്ന് പറയാൻ നിങ്ങളുടെ പക്കലുള്ള തെളിവ്? ഇത് തെളിവാണോ? പിന്നെ ഇയാള് പെണ്ണുങ്ങളായിട്ട് സംസാരിച്ചത് ലീക്കായി, അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. ഇയാളെ ഭാര്യയായിട്ട് വിവാഹമോചനം വരെ എത്തിയിട്ട് നിൽക്കുകയാണ് ഇപ്പം. സ്ത്രീകളുമായി മോശപ്പെട്ട സംസാരം സഫ്വാൻ സഖാഫി നടത്തി അത് ലീക്കായത് നിങ്ങളുടെ കയ്യിലുണ്ടോ? ആ ലീക്കായ വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു കാണിക്കണം. അത് കാരണത്താൽ സഫ്വാൻ സഖാഫിയുടെ ഭാര്യ അദ്ദേഹവുമായി വിവാഹമോചനത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന വിവരം നിങ്ങൾക്ക് എവിടുന്നാണ് ലഭിച്ചിട്ടുള്ളത്? ആരാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? തന്നെ ഇപ്പോഴത്തെ മൗലിയാക്കന്മാർ പരിപാടി, പുതുപുത്തൻ മൗലിയാക്കന്മാർ കൊണ്ട് ഇങ്ങനത്തെ പരിപാടിയാണ്. ഇപ്പോഴുള്ള യുവ പണ്ഡിതന്മാർ മുഴുവനും ഇങ്ങനെയുള്ള ആളുകളാണെന്നാണ് നിങ്ങൾ പറയുന്നത്.
എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വഹാബികളെ പോലെയാണ് സുന്നികളായ യുവ പണ്ഡിതന്മാരും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതിന് യുവ പണ്ഡിതന്മാരാണോ ഉത്തരവാദികൾ? നിങ്ങൾക്ക് ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുപ്രചരണം നടത്തുന്നത്? വല്ല തെളിവും നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇത്തരം മോശപ്പെട്ട നീചമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യുവ പണ്ഡിതന്മാർ നിങ്ങളെപ്പോലെയുള്ളവരുടെ മോശമായ പ്രവർത്തനങ്ങൾ ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അത് ഉണർത്തുമ്പോൾ ഇന്ന മോശം ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന ശിക്ഷകളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ആ നീചമായ പ്രവൃത്തിയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന കാരണത്താൽ അതുമൂലം നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മോശം പ്രവർത്തനങ്ങളിലേക്ക് ആളെ കിട്ടാതെ വരികയും അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടാവുകയും ചെയ്യുന്ന കാരണത്താൽ യുവ പണ്ഡിതന്മാരെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല ഹറബിയായ പണ്ഡിതന്മാരുണ്ട്, ഓർന്ന് രംഗത്ത് ഇതിന്റെ അവരിൽ ഒതുങ്ങിക്കൂടി വീട്ടിൽ കഴിയാം, ഇതെല്ലാം പേടിച്ചിട്ട്. ഉഹ്റവിയായ ഒരു പണ്ഡിതന്മാരും ആരെയും പേടിച്ചുകൊണ്ട് എവിടെയും ഓടി ഒളിച്ചിട്ടില്ല. അവർ ചെയ്യേണ്ട ദഅ്വാ പ്രവർത്തനങ്ങൾ, അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സക്കാഫിയ, ഉദവിയ, കിദവിയ അതും വെച്ചിട്ടാ കളി. നിങ്ങൾക്ക് പണ്ഡിതന്മാരോടും പണ്ഡിത ബിരുദത്തോടുമുള്ള വിരോധം ഒന്ന് മാത്രമാണ്. ആ വിരോധം നിങ്ങൾ തീർക്കേണ്ടത് ഇങ്ങനെയല്ല, വളരെ നീചമായ പ്രവൃത്തിയിലൂടെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ വലിയൊരു തലയെക്കെട്ടും കെട്ടും. പിന്നെ താടി, ഇപ്പൊ മൊയ്ലാക്കന്മാരെ ഇപ്പൊ കൂടുതൽ താടിക്ക് കറുപ്പ് പൈന്റ് അടിക്കുന്നുള്ളത്. എന്നിട്ട് ചെത്തി മിനുക്കി ഫാഷനാക്കി. ഏത് പണ്ഡിതനാണ് വെളുത്ത താടി കറുക്കാൻ വേണ്ടി കറുപ്പടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഇവിടെ തെളിവ് കൊണ്ടുവരണം. തലയെക്കെട്ടിനോടും താടിയോടുമുള്ള വെറുപ്പാണ് നിങ്ങൾ തീർക്കുന്നത്. വഹാബിയായ നിങ്ങളുടെ നേതാക്കന്മാർ തലയെക്കെട്ട് കെട്ടാതെ ഫാഷനായി പാന്റും കോട്ടുമൊക്കെ ധരിക്കുന്നത് പോലെ ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്യാത്തതിൽ നിങ്ങൾക്ക് എന്തിനാണ് വിരോധം? വഹാബി പണ്ഡിതന്മാരെ പോലെ പാശ്ചാത്യ സംസ്കാരം സുന്നി പണ്ഡിതന്മാർക്ക് കൊണ്ടു നടക്കാൻ സാധ്യമല്ല. വഹാബി പ്രസ്ഥാനം തന്നെ പാശ്ചാത്യ സംസ്കാരമാണ്. അതുകൊണ്ടാണ് അവരുടെ വേഷത്തിലും അവരുടെ നടപ്പിലും അവരുടെ പ്രവർത്തനത്തിലും പാശ്ചാത്യ സംസ്കാരമുള്ളത്. അതുപോലെ സുന്നികളും ആകണമെന്ന് നിങ്ങൾ ശഠിച്ചാൽ അതിനനുസരിച്ച് നീങ്ങാനുള്ളവരല്ല പണ്ഡിതന്മാരെന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ എത്ര വെറുപ്പ് പ്രകടിപ്പിച്ചാലും കുപ്രചരണം പ്രചരിപ്പിച്ചാലും ഞങ്ങളുടെ പണ്ഡിതന്മാരെ ആ വഴിക്ക് കിട്ടുകയില്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ താടി, ഇപ്പൊ മൊയ്ലാക്കന്മാരെ ഇപ്പൊ കൂടുതൽ താടിക്ക് കറുപ്പ് പൈന്റ് അടിക്കുന്നുള്ളത്. എന്നിട്ട് ചെത്തി മിനുക്കി ഫാഷനാക്കി. കറുത്ത മൊയ്ലാറാണെങ്കിലും വെളുക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ കാസർഗോഡ് ക്രീം ഉണ്ട്, വെളുത്തിട്ട് പാറുന്ന ക്രീം. കാസർഗോഡ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആ ക്രീം തേച്ചിട്ടാകുമ്പോ അരമണിക്കൂറിനുള്ളിൽ വെളുക്കും. ആളങ്ങനെ വെളുത്തിട്ട് അങ്ങോട്ട് തിളങ്ങും. അതെല്ലാം തേച്ച് കഴുത്തിന് വരെ തേച്ച് കൈക്കല തേച്ച് വെളുപ്പിച്ചിട്ട് താടിയും കറുപ്പിച്ച് വലിയൊരു തലയെ കെട്ടും. ചില ഒരു കൂളിംഗ് ഗ്ലാസും വെക്കും. എന്നിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. നിങ്ങളടക്കമുള്ളവർ ഉണ്ടാക്കുന്ന വെളുക്കാനുള്ള ക്രീം തേച്ചുകൊണ്ട് മുടി കറുപ്പിച്ചുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് ഏത് പണ്ഡിതനാണ് ഏത് സദസ്സിലേക്കാണ് പോകുന്നതെന്ന് വെളിപ്പെടുത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന വെളുക്കാനുള്ള ക്രീം ഏത് പണ്ഡിതനാണ് നിങ്ങളോട് വാങ്ങിയതെന്ന് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറായില്ല? ഒന്നിലേറെ പേരുണ്ടെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ഈ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് പറഞ്ഞെങ്കിൽ ഈ വെളുപ്പ് കാണുമ്പം ഇത് ഈമാന്റെ പ്രകാശം എന്നാണ് വിചാരിക്കുന്നത്. ഇത് കാസർഗോഡിന്റെ പ്രകാശം ഒന്നും അവർക്ക് അറിയുന്നില്ല. പെണ്ണുങ്ങളെ വിചാരം ഈമാന്റെ പ്രകാശം ഇങ്ങനെ പ്രസരിക്കുകയാണ് മുഖത്ത്, അതാണ് ഈ വെളുപ്പ് എന്ന്. ഇത് ഞങ്ങളെ ഉടായ്പ പരിപാടിയിലുള്ള പ്രകാശം ഒന്ന് ഓർക്കണ്ട അറിയുന്നത്. കാസർകോട്ടുകാരനായ താങ്കളുടെ മൗലവിമാർക്ക് വല്ല ഉടായ്പും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി താങ്കൾ ഉടായ്പ പരിപാടി നടത്തുന്നുണ്ട് എന്ന് കരുതി പണ്ഡിതന്മാരുടെ മുഖത്തുള്ള പ്രസരിപ്പും
പ്രകാശവും അത് ഈമാനിന്റെ പ്രകാശമല്ല, ഈമാനിന്റെ വെളുപ്പല്ല. കുരുവട്ടൂരി ത്വരീഖത്തിന്റെ നേതാവായ നൗഷാദിന്റെ മുഖത്ത് നിങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിക്കൊടുത്ത വെളുപ്പ് പോലെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളാണോ? കുരുവട്ടൂരികളും വഹാബികളുമായ നിങ്ങൾ ഒരുപോലെയാണ്. നിങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് സുന്നി പണ്ഡിതന്മാരെ എത്ര മോശമാക്കാൻ നോക്കിയാലും വിജയിക്കുകയില്ല എന്ന് വിനയപൂർവ്വം ഉണർത്തട്ടെ. എന്നിട്ട് തട്ടിപ്പ് ഇയാൾ ട്രസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് കോടികളെ കിട്ടില്ല. ഇയാൾക്ക് വന്നൊരു 100 കോടി ഇയാൾക്ക് വന്നിട്ടുണ്ടാവും. പിരിവന്നല്ലേ, ഏഴൊന്നും പിരിവ്, എല്ലാ പരിപാടിയിലും പിരിവല്ല. അറിവിൻ നിലാവ് മറ്റേ നിലാവ് എന്നെല്ലാം പറഞ്ഞിട്ട് അറിവിൻ നിലാവുണ്ട്, മറ്റേ നിലാവ് ഏത് നിലാവാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വിഷ്ടൻ ചിന്നൂരികളെ പോലെ ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന സമയത്ത് നിലാവ് പോലെ എന്തോ ഒരു സാധനം കാണുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതോ ആവട്ടെ, അറിവിൻ നിലാവിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിലേക്ക് 100 കോടി രൂപ വന്നിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എവിടുന്നാണ് വിവരം ലഭിച്ചത്? മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ അദൃശ്യമറിയുന്ന ദൈവമായി നിങ്ങളും മാറിയോ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളൂ.